ബിജുവേട്ടനെ എത്ര തവണ അയ്യപ്പനെ കണ്ടു? ഞാൻ മകരവിളക്കിന് ശരിക്കും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ കുട്ടിക്കാലത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഓർമ്മകളാണ് എന്നെ സംബന്ധിച്ചും കൂടുതലും. ചെറുപ്പത്തിൽ അച്ഛൻ്റെ ഒപ്പം അച്ഛൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു സംഘം ചേർന്നായിരുന്നു ഞങ്ങൾ അന്ന് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് നല്ലൊരു ഓർമ്മയാണ്. കാരണം 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുമിച്ച് എല്ലാവരും ചേർന്നാണ് ഒരു യാത്ര. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇയറിലാണ് പോകാറുള്ളത്. ഇപ്പോൾ ഈ വർഷം ഞാൻ പോയാൽ അടുത്ത വർഷം ചേട്ടൻ പോകും. അങ്ങനെ ഒരുപാട് വർഷങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷേ ആ പോയ വർഷങ്ങളൊക്കെ എപ്പോഴും എന്താ പറയുക, നല്ല ഓർമ്മകൾ നിറഞ്ഞതാണ്. അതിപ്പോഴും ഈ അടുത്ത് ഒരു അയ്യപ്പനുമായിട്ടുള്ള ഒരു ജീവിതം അതെങ്ങനെയായിരിക്കും? ബിജുവേട്ടനോട് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ചോദിക്കണമല്ലോ, ആ ജീവിതം എങ്ങനെയായിരിക്കും? സംഗീതവും കൂടെ ചേർന്ന് അതെ, ഓർത്തെടുക്കുക. തീർച്ചയായിട്ടും. കാരണം എൻ്റെ സംഗീത ജീവിതം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ ലളിതഗാനത്തിന് ആദ്യം പാടുന്നത് അയ്യപ്പ ഭക്തിഗാനമാണ്. അന്ന് ലളിതഗാനം, അയ്യപ്പ ഭക്തിഗാനോ അല്ലെങ്കിൽ ഏത് ഭക്തിഗാനം പാടിയാലും കുഴപ്പമില്ല, ലളിതഗാനവും പാടാം. എല്ലാ ദുഃഖവും തീർത്തു തരൂ എന്നുള്ള പാട്ടാണ് ഞാൻ പാടിയിട്ടുള്ളത്. അന്ന് എനിക്ക് സ്കൂൾ തലത്തിൽ 1ാം സമ്മാനം കിട്ടുകയും ഈ പാട്ട് പാടി ഡിസ്ട്രിക്ട് ലെവലിൽ സമ്മാനം കിട്ടുകയും ഈ പാട്ട് തന്നെ പാടിയിട്ട് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കിട്ടുകയുണ്ടായി 8ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം പാട്ട് പാടി പ്രൈസ് കിട്ടുക, അത് സംസ്ഥാന തലത്തിൽ ഒരു അംഗീകാരം കിട്ടുക, അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് എനിക്ക് ഇപ്പോഴത്തെ കാണുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ ചിന്തിക്കുന്നോ, ഒരു പാട്ടുകാരനെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ പാട്ട് പാടിപ്പിക്കാതെ പാട്ടിനെ കുറിച്ച് ചോദിച്ച സ്ഥിതി. അപ്പോൾ ഒരു 2 വരി പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് തുടരാം. തീർച്ചയായിട്ടും. ഇത് ഈയിടെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ആലപ്പി രംഗനാഥ് സാറിൻ്റെ വർക്കാണ്. അദ്ദേഹം എഴുതി അദ്ദേഹം സംഗീതം നിർവഹിച്ച പാട്ടാണ്, ദാസേട്ടൻ പാടിയ പാട്ടാണ്. എല്ലാ ദുഃഖവും തീർത്തു തരൂ എന്തയ്യ ശബരിവാസ, എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കൈയാൽ അനുഗ്രഹിക്കൂ ദേവാ, എന്നെ അനുഗ്രഹിക്കൂ. വളരെ പ്രത്യേകിച്ചും അയ്യപ്പസ്വാമി എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ, നമുക്ക് എല്ലാവർക്കും പല പല അനുഭവങ്ങളായിരിക്കും. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ പഴയ കാലവും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അപ്പോൾ ബിജുവേട്ടന് പെട്ടെന്ന് അയ്യപ്പൻ എന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വരുന്ന എന്തൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പാടുന്നത് തന്നെ 1ാം തിരുപ്പടി എന്ന് പറഞ്ഞൊരു 10 അയ്യപ്പ ഭക്തിഗാന സീരീസ് അല്ലെങ്കിൽ ഒരു പാട്ടുകളുടെ ആൽബം പാടിയിട്ട് ഈ പാട്ട് രവീന്ദ്രൻ മാസ്റ്ററിന് കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് വെങ്കലത്തിലെ 10 വെളുപ്പിന് എന്നുള്ള പാട്ട് പാടാനുള്ളൊരു അവസരം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് എൻ്റെ സംഗീത സബരിയുടെ ഓരോ ഘട്ടവും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും അയ്യപ്പസ്വാമി മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം. ബിജുവേട്ട ഒരൊറ്റ പാട്ട് കൂടി നമുക്ക്. ദാസേട്ടൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് മകരവിളക്കേ എന്നുള്ള പാട്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ്, അത് പാടാം. മകരവിളക്കേ മകരവിളക്കേ, മലയിലെ ദിവ്യ മണിവിളക്കേ, മഹിയിലെ മഞ്ജുള മണിവിളക്കേ, മകരവിളക്കേ വിളക്കേ. ചേട്ടാ, സാധാരണ രീതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ മണ്ഡലകാലത്തുമാണ് ഏറ്റവും കൂടുതൽ അല്ലേ അയ്യപ്പഭക്തിഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. അപ്പോൾ ഒരിടയ്ക്ക് അത് ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പോൾ പിന്നെ പഴയ ഗാനങ്ങളൊക്കെയാണ് ആളുകൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു തിരക്ക് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഒരു എണ്ണം അതെങ്ങനെയാണ് മനസ്സിനെ ഒരു ഗായകൻ എന്ന നിലയിൽ തോന്നുന്നത്? തീർച്ചയായും അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് എനിക്ക് തോന്നുന്നു ഒരു സീസണിൽ, ഒരു ഹിന്ദു ഡിവോഷണൽ ആൽബംസ് എടുക്കുകയാണെങ്കിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഇറങ്ങുന്നത്. കാരണം അയ്യപ്പൻ സീസൺ എന്ന് പറയുന്നത് വലിയ സീസണാണ്, ഒരു 3-4 മാസം നീണ്ടു നിൽക്കുന്ന സീസണാണ്. ഇപ്പോഴാണ് ഈ കാസറ്റുകളും CD-കളും ഇറങ്ങാത്തത്. പണ്ട് ഞാനൊക്കെ പാടി തുടങ്ങുന്ന സമയത്ത് കാസറ്റായിരുന്നു. ഇപ്പോൾ 1-ാം തിരുപ്പടി എന്ന് പറഞ്ഞാൽ 10 പാട്ടുകൾ ചേർന്നിട്ടുള്ളൊരു കാസറ്റായിരുന്നു.
അത് വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി TS രാധാകൃഷ്ണജിയാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. 10 പാട്ടുകളും ഞാൻ തന്നെ പാടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം മുതൽ ഇപ്പം ഈ ഒരു യൂട്യൂബ് തരംഗം വരുന്നത് വരെ ഒരുപാട് ആൽബംസ് ഒരു സീസണിൽ പാടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സീസണിൽ 9 ആൽബം വരെ പാടിയിട്ടുള്ളതുണ്ട്. ഇപ്പോഴല്ല, ഒരു 10-12 വർഷങ്ങളൊക്കെ മുമ്പാണ്. അപ്പോൾ അയ്യപ്പ സീസൺ തന്നെ വലുതാണ്. അതേപോലെ തന്നെ അത്രയധികം പാട്ടുകൾ ഇറങ്ങിയിരുന്നു. പിന്നെ അയ്യപ്പ സ്വാമിയുടെ പാട്ടുകൾ പാടുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോൾ ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ ശബരിമലയിൽ നിൽക്കുന്നൊരു ഫീലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മകരവിളക്ക് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ പോലും മകരവിളക്കും, അല്ലെങ്കിൽ ആ ഒരു ശരണം വിളികളും പമ്പയും, അങ്ങനെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് പലപ്പോഴും പല പാട്ടുകളും, പ്രത്യേകിച്ച് അത്തരത്തിൽ ഒരുക്കുന്ന പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് കിട്ടുക. ഇഷ്ടപ്പെട്ട ഒരു അയ്യപ്പ ഗാനം ഓർക്കാൻ പറഞ്ഞാൽ അത് ഏതായിരിക്കും? പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗംഗയാറ് തന്നെയാണ്. നമ്മളുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അയ്യപ്പ ഭക്തിഗാനം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം ഓർമ്മ വരുന്നത് ഈ പാട്ടായിരിക്കും. ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, പമ്പ നമ്മുടെ പുണ്യനദി, പമ്പ നമ്മുടെ പുണ്യനദി. ആഹാ, ഒരുപാട് സന്തോഷം. അല്ലെ, വളരെ നന്ദി. ഒപ്പം ചേർന്ന് തന്നെ മകരവിളക്കിന്റെ പ്രഭാതത്തിൽ അല്ലേ ഏറ്റവും അനുയോജ്യരായ ഒരുപാട് സന്തോഷം. അപ്പോൾ സ്വാമി ശരണം എല്ലാവിധ അനുഗ്രഹങ്ങളും അയ്യപ്പന്റെ അനുഗ്രഹങ്ങൾ അങ്ങേക്കുണ്ടാകട്ടെ. ഒരുപാട് നന്ദി.